ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി നാരങ്ങ രസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി, 2 ചെറുനാരങ്ങ, ഒരു 10 ചുള ചെറിയുള്ളി, 6 ചുള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മല്ലിയില, 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ഇത്രയും നമ്മൾ എടുത്ത് വെക്കണം. ഇനി നമ്മൾ നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്കൊരു 4 ടേബിൾ സ്പൂണെങ്കിലും വേണം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഓവറായിട്ട് അരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് നമ്മുടെ കടുക് പൊട്ടിയതിന് ശേഷം ഈ ഓയിലിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു രസം എന്ന് പറയുന്നത് ഡൈജഷനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളെ വയറിന് വളരെ നല്ലതാണ് ഇങ്ങനെ രസം വെച്ച് കഴിക്കുന്നത്. ഇനി നമ്മൾ അതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു 6 ഗ്ലാസ് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ചെറിയൊരു തക്കാളി മാത്രമാണ് എടുക്കുന്നത്, കാരണം നമ്മൾ ലെമൺ ജ്യൂസ് ഇതിനകത്ത് ഒഴിക്കുമ്പോൾ നല്ല പുളി ഉണ്ടാവും. അപ്പം തക്കാളിയുടെ പുളി അധികം നമുക്കിതിൽ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ തക്കാളി എടുത്താൽ മതി. ഇനി ഞാനൊരു ചെറിയ സ്പൂണ് കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ കുരുമുളക് ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് ചതച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വിടണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് തക്കാളിയൊക്കെ നന്നായി വെന്ത് മിക്സ് ആയതിന് ശേഷം നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലെമൺ ജ്യൂസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 ടേബിൾ സ്പൂണെങ്കിലും ലെമൺ ജ്യൂസ് നമ്മൾ ചേർത്താലേ നല്ലൊരു പുളി നമുക്ക് ഉണ്ടാവുള്ളൂ. അതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ലെമൺ ജ്യൂസ് ഇട്ടതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല. നെയ്യിൽ മൂപ്പിച്ച് കുറച്ച് സാധനങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചീനച്ചട്ടീനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം നമ്മൾ കുറച്ചൊരു 2 മണി ഉലുവ, അതുപോലെ തന്നെ ജീരകം, ഒരു ചെറിയ സ്പൂണ് ജീരകം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കടുക് ഞാൻ ഓൾറെഡി ആദ്യമേ കടുകിട്ട് പൊട്ടിച്ചതുകൊണ്ടാണ് ഈ സമയത്ത് കടുകിടാത്തത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതാണ് നമ്മുടെ രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, കായമാണല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ആ കായം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നെയ്യ് എടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ലൊരു രസത്തിൻ്റെ കൂടെ ചോറ് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റി മാത്രമല്ല, നമ്മുടെ ഹെൽത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഈ നാരങ്ങ രസം എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും ഈ രസം. ഇനി ഇത് നമ്മൾ രസത്തിനകത്തേക്ക് നമ്മുടെ ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള നമ്മുടെ ലെമൺ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.